ില്ല ഇനി കുടുംബങ്ങളുടെ സാഹചര്യം നോക്കിയാൽ ഈ അപകടത്തിൽ മരണപ്പെട്ടവർ ചിലർ ഈ കുടുംബത്തിൻ്റെ അത്താണി മാത്രം അവർ മാത്രമായ സാഹചര്യമുണ്ട്. ചിലരാവട്ടെ വലിയ പ്രതീക്ഷകളുമായി അടുത്തിടെ വിദേശത്തേക്ക് പോയതാണ്. സമാനമായ സാഹചര്യമാണ് കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരിക്കും പറയാനുള്ളത്. ശ്രീഹരി ഈ മാസം ആദ്യം തന്നെയാണ് അവിടെ എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര വലിയ പ്രതീക്ഷകളോടെ എത്തിയ ഒരു യുവാവിനാണ് ഇത്തരമൊരു ദാരുണ അന്ത്യം നേരിട്ടത് എന്നതാണ് സാഹചര്യം. ശ്രീജിത്ത് ഉണ്ട് ഇത്തിത്താനത്ത് ചങ്ങനാശ്ശേരിയിൽ. ശ്രീജിത്ത്, ശ്രീഹരിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? ബന്ധുക്കളൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? ശ്രീജിത്ത്. സജിത്ത് തന്നെ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യത്തിലാണുള്ളത്. കാരണം അവർക്കൊന്നും പ്രതികരിക്കാൻ പോലും ആകാത്ത അത്രയും വലിയ ഷോക്കിലാണ് ഈ കുടുംബമുള്ളത്. 3 ആൺകുട്ടികളാണ്. ശ്രീഹരി ഇടയ്ക്കത്തെ ആളാണ്. ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് കുവൈറ്റിൽ തന്നെയാണുള്ളത്. ഇവർ രണ്ടുപേരും 2 കമ്പനിയിലാണ് ഉള്ളത്. ഈ പ്രദീപ് തന്നെയാണ് മകനെ കുവൈറ്റിലേക്ക് ജോലിക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഏതാണ്ട് ജൂൺ 5-നാണ് ഇവിടെ നിന്ന് ശ്രീഹരി അവിടേക്ക് പോകുന്നത്. അതായത് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടതേ ഉള്ളൂ. ഇന്ന് 8-ാം ദിവസമാണ് എന്നാണ് ഈ ബന്ധുക്കളടക്കം ചൂണ്ടിക്കാട്ടുന്നത്. തൊട്ട് അയൽവാസികളൊക്കെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. മറ്റ് 2 സഹോദരങ്ങളും വീട്ടുകാരും എല്ലാം വലിയ ദുഃഖത്തിലാണ്. അവരെ ഒന്ന് എന്താ പറയുക, കാണാൻ പോലും കഴിയാത്ത നിലയിലുള്ള വലിയ ദുഃഖത്തിൽ. ശ്രീഹരിയെ സംബന്ധിച്ച് ഈ നാട്ടിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഒരുപാട് സുഹൃത്ത് വൃന്ദമുള്ള ചെറുപ്പക്കാരനാണ്. അവരെല്ലാവരും തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും വലിയ ദുഃഖത്തിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. വളരെ ചെറിയൊരു കാലയളവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം വിദേശത്തേക്ക് പോകുന്നു, ജോലി നേടുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പറയാനുള്ളത്, പ്രദീപ് ഇന്ന് രാവിലെയാണ് ഈ വീട്ടിൽ വിവരം അറിയിച്ചത്. കാരണം ഇന്നലെ പ്രദീപ് വിവരം അറിയുകയും പിതാവ് പ്രദീപ് വിവരം അറിയുകയും ഈ സംഭവ സ്ഥലത്തെത്തി മൃതദേഹം സ്ഥിരീകരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇന്നോ മറ്റോ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോരാനുള്ള സാധ്യതയാണുള്ളതെന്നാണ് ഈ വീട്ടിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നാളെ വൈകുന്നേരത്തോടു കൂടി ഒരുപക്ഷെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇക്കാര്യത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. എന്തായാലും മറ്റൊരു കോട്ടയംകാരനായ സ്റ്റെഫിൻ്റെ സാഹചര്യവും സമാനമാണ്. സ്റ്റെഫിൻ്റെയും സഹോദരൻ അവിടെ ഫെബിൻ അവിടെ തന്നെ കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും കാര്യത്തിൽ അവിടുത്തെ മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഒരു ബന്ധുക്കൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഫെബിന് അവിടെയും 3 ആൺകുട്ടികളാണുള്ളത്. ഒരാൾ ഈ ഫെബിനും കുവൈറ്റിലുണ്ട്. മറ്റൊരു സഹോദരൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഫെബിൻ മൃതദേഹത്തിനൊപ്പം നാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരുടെ മാതാപിതാക്കളും മാത്രമാണ്. ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ പാമ്പാടിയിൽ കഴിയുന്നത്. മറ്റൊരു വീട് സ്റ്റെഫിൻ വെച്ചിരുന്നു. ആ വീട്ടിലേക്ക് താമസം മാറുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. സ്റ്റെഫിൻ തന്നെയാണ് ഈ വീട് വെക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തത്. 6 മാസ ഇടവേളകളിൽ അദ്ദേഹം വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു. ഈ അടുത്ത മാസം അദ്ദേഹം നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ബന്ധുക്കളിൽ നിന്ന് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിന് ക്യാൻസർ രോഗബാധിതനാണ്. അവരെല്ലാം അത്രത്തോളം പല മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ കൂടിയാണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഇനി ആരെങ്കിലും കോട്ടയം ജില്ലയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്ക വലിയ രീതിയിലുണ്ട്. പ്രത്യേകിച്ച് കോട്ടയത്ത് നടക്കം നിരവധി പ്രവാസികൾ ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ശ്രീജിത്ത് സൂചിപ്പിച്ചതാണ്. എന്തായാലും ആ കുടുംബത്തിൻ്റെ സാഹചര്യം ഊഹിക്കാം. പിതാവ് പ്രദീപ് അവിടെ തന്നെയുണ്ട്. പിതാവ് തന്നെയാണ് മകൻ മരണപ്പെട്ട കാര്യം കുടുംബത്തിൽ വിളിച്ച് അറിയിക്കുന്നത്. ജൂൺ 5-നാണ് മകൻ ജോലിക്ക് വേണ്ടി അവിടെ എത്തുന്നത്. യുവാക്കൾ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ നേടി വിദേശ ജോലിയും വലിയ സ്വപ്നങ്ങളുമായി എത്തിയാണ് ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുന്നത്. കുവൈറ്റിൽ